പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിൽ മൗനം വെടിഞ്ഞ മുഖ്യമന്ത്രി. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ അകത്ത് എന്ത് റോളാണ്? ഒരു റോളും ഇല്ല. സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല. ഇഡി അന്വേഷണത്തിൽ ഇടപെടാൻ സർക്കാരിന് റോളില്ല. റെയ്ഡ് മോദിയെ കണ്ടതിന് പിന്നാലെ എന്ന ആരോപണത്തിൽ തമാശ. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ഇഡിയെ കൊണ്ട്. അപ്പൊ ഉടനെ മോഡി അപ്പൊ തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞ നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാന്നാ പറഞ്ഞേക്കണം. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയാണ്. ഞാൻ ചിരിക്കണോ അല്ലെ കരയണോ? നടന്നത് സമാധാന പ്രതിഷേധമെന്ന് പിണറായി വിജയൻ. വി ഡി സതീശൻ മന്ത്രിസഭയുടെ നയം പ്രഖ്യാപിച്ച് ഗവർണർ. ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തും. എല്ലാ കുടുംബങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ്. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി. നയപ്രഖ്യാപനം നയരാഹിത്യമെന്ന് പ്രതിപക്ഷ നേതാവ്. ഖജനാവിലെ നീക്കിയിരിപ്പ് മറച്ചുവെച്ചെന്ന് കുറ്റപ്പെടുത്തൽ. 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചുകൊണ്ടാണ് LDF സർക്കാർ ഇറങ്ങിയത്. ആ ഭാഗം മറച്ചുവെച്ച് ഒരു ശരിയല്ലാത്ത നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നയപ്രഖ്യാപനത്തിൽ കാണാൻ കഴിയും. നിയമസഭയിൽ ഗുരുതര ചട്ടലംഘനം. DGP സഭയുടെ നടുത്തളത്തിലെത്തി. നിയമസഭയിൽ വന്ദേമാതര ആലാപനത്തിൽ വിവാദം. അതൃപ്തി പരസ്യമാക്കി ഗവർണർ. വരികൾ ഒഴിവാക്കിയതിനെ പിന്തുണച്ച് പിണറായി. വന്ദേമാതരത്തെ അവഹേളിച്ചെന്ന് BJP. അൻസിബയുടെ പരാതി പോലീസ് മേധാവിക്ക് കൈമാറി. അമ്മയിൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്ന് PC വിഷ്ണുനാഥ്. പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ ഏകോപനമില്ലെന്ന് അമ്മ എക്സിക്യൂട്ടീവ് യോഗം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാതായ സംഭവം. പോലീസും ക്ഷേത്രഭരണ സമിതിയും തമ്മിൽ ഭിന്നത. സ്വർണ്ണക്കട്ടികളടക്കം നഷ്ടപ്പെട്ടതിൽ ഉറച്ച് പോലീസ്. റിപ്പോർട്ട് തള്ളി ക്ഷേത്രം ഭരണസമിതി. ലോകകപ്പിനുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചു. ലയണൽ മെസ്സി തന്നെ നായകൻ. ഇതിഹാസ താരം ഒരുങ്ങുന്നത് 6ാം ലോകകപ്പിന്. എമി മാർട്ടിനസ് ഗോൾ കീപ്പർ. ബ്രസീലിന് തിരിച്ചടിയായി നെയ്മറിന്റെ പരിക്ക്.